അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്രയധികം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മളെ തിരികെ വിളിക്കുന്ന ഒരേ ഒരു ശബ്ദം അള്ളാഹുവിൻ്റേതാണ്. എൻ്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന വചനം എത്രമാത്രം ആശ്വാസമാണ് നൽകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു കൊച്ചുകുട്ടി വീട്ടിൽ നിന്ന് വഴക്കിട്ട് പിണങ്ങി ഓടിപ്പോകുന്നു. നേരം ഇരുട്ടി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ ആ കുട്ടി തിരികെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ആ ഉമ്മ ആ കുട്ടിയെ അടിച്ചു പുറത്താക്കുമോ? ഒരിക്കലുമില്ല. ആ ഉമ്മ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയും. സത്യത്തിൽ സ്വന്തം ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് പടച്ച തമ്പുരാന് നമ്മളോടുള്ള സ്നേഹം. നമ്മൾ 1000 വട്ടം അവനെ മറന്നാലും ഒരു വട്ടം യാ അല്ലാ എന്ന് വിളിച്ച് നമ്മൾ മടങ്ങിച്ചെന്നാൽ അവൻ നമ്മെ സ്വീകരിക്കും. അവൻ കാത്തിരിക്കുന്നത് ശിക്ഷിക്കാനല്ല, മറിച്ച് മാപ്പ് നൽകി നമ്മളെ ചേർത്ത് പിടിക്കാനാണ്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. ഇനി എനിക്ക് രക്ഷയില്ല എന്നു കരുതി വഴിതെറ്റിപ്പോകുന്നവരോടാണ് അള്ളാഹു പറയുന്നത്, മടങ്ങി വരൂ. എൻ്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും വിശാലമാണ്. ഒരു തുള്ളി കണ്ണുനീർ മതി നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ. ഇന്ന് ഈ നിമിഷം നമുക്ക് അള്ളാഹുവിലേക്ക് ഒന്ന് മടങ്ങാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവനോട് ഒരു ക്ഷമ ചോദിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരട്ടെ. ദുനിയാവിലും പരലോകത്തും സമാധാനം നൽകട്ടെ. ഈ സന്ദേശം മറ്റൊരാൾക്ക് കൂടി പ്രത്യാശ നൽകുമെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.